ദിക്കിനകത്ത് അന്ന് അടൂർദേവനെ കണ്ടു. അന്ന് അടൂർദേവനെ കണ്ട് ഞാനും കൊതിച്ചു. എന്നെ കണ്ട് എന്റെ അടൂർദേവനും കൊതിച്ചുവല്ലോ. അന്ന് അടൂർ മുഴക്കിന് ആധാരമായിട്ട് എനിക്ക് ഇരിപ്പാൻ ആസനവും പിടിപ്പാൻ ആയുധവും ഒരു കുടിയിലൊക്കെ വടക്കം ചെയ്തു. കാക്കവിളക്കിന് നീതിനുമായിട്ട് അന്ന് നിലനില്ലാതെ ആസ്ഥാനത്തുണ്ടാക്കി തന്നു. അന്ന് ഞാൻ എൻ്റെ അടൂർദേവൻ്റെതായ ദേവകാര്യം വിധിക്കുന്നതായ മാതാവായിക്കൊണ്ട് അന്ന് അടൂർ വടക്കണെ ആധാരമായിട്ട് നിലനിന്നുവല്ലോ. അന്ന് അടൂർദേവായിരിക്കുന്നതായ പാതാര ബന്ധത്തിങ്കിൽ അടിച്ചു പോരുന്ന കാലവേളയെങ്കിൽ വന്നു പോകുന്നതായ ഭക്തന്മാരുടെ ഇച്ഛാശക്തിയായിട്ട് അന്ന് ഞാൻ നിലനിന്നു. അന്ന് അതുകൊണ്ട് മതി പോരാ എന്നവസ്ഥ കരുതി ഒന്ന് ലോകത്തേക്ക് തിരിച്ചു പോകണം എന്ന് കരുതി ലോകത്ത് തിരിച്ചു പോരുന്ന ദിക്കിനകത്ത് അന്ന് നാട്ടിൽ പിടിച്ചിരിക്കുന്നതായ രക്തവിജാസുരൻ അന്ന് എന്റെ ദേവകൾ ചെയ്തതായ ദേവപാഠം പുയ്യപൂജ കർമാദികളൊക്കെയും അന്ന് അന്തർത്തിട്ടുള്ള ഒരു കാലമുഹൂർത്തമായിരുന്നു. അന്ന് ആരാലും മരണമില്ലാത്തതായ വരവും വാങ്ങി ഏകരുക്കയത്വം പാടുന്നതായ രക്തവിജാസുരനെ ദേവന്മാരാലും മുനിമാരാലും അന്ന് വിഗ്രഹം വയ്യാത്ത ഒരു കാലമുഹൂർത്തമായിരുന്നു. അന്ന് ആരാലും മരണമില്ലാത്തതായ വരവും വാങ്ങി ഏകരുക്കയത്വം പാടുന്നതായ രക്തവിജാസുരനെ നിഗ്രഹിച്ചു പോരുന്നതിനകത്ത് അവന്റെ രക്തം ഒരു തുള്ളി ഭൂമിയിൽ പതിച്ചാൽ ലക്ഷോപലക്ഷം ഗണങ്ങളിൽ ഉത്ഭവിക്കുന്നതായ കൈവല്യം എന്നവനുണ്ടായിരുന്നു. അന്ന് ഞാൻ സഞ്ചരിച്ചു പോരുന്ന ദിക്കിനകത്ത് എന്റെ ദേവകള് എന്നോട് ചെയ്തു. ഏതു പ്രകാരമെങ്കിലും അസുരനായിരിക്കുന്നതായ രക്തവിജാസുരനെ നിഗ്രഹിച്ച് ഞങ്ങൾക്ക് സൗഖ്യത്തെ ഉണ്ടാക്കി തരണമെന്ന് അന്ന് ഞാൻ ആത്മാവിനത്ത് കരുതി. ഏത് പ്രകാരമാണ് അസുരനായിരിക്കുന്നതായ രക്തവിജാസുരനെ നിഗ്രഹിച്ചു പോരും എന്ന് അന്ന് ഞാൻ എന്റെ നാവിനെ ഭൂമിക്കൽ വിരിച്ചു, എന്റെ നാവിനെ വെച്ചയാക്കി. അന്ന് അസുരനായിരിക്കുന്നതായ രക്തവിജാസുരനെ ഒന്ന് നിഗ്രഹിച്ചു. അന്ന് രക്തവിജാസുരനെ നിഗ്രഹിച്ചു പോരുന്ന ദിക്കിനകത്ത് അവന്റെ രക്തം മേലാകെ പകർന്നു. അന്ന് എന്നെ കണ്ടിരിക്കുന്നതായ എന്റെ ദേവന്മാര് നിനക്കൊരു നാമത്തെയും തന്നു. അന്ന് രക്തത്തിൽ കുളിർച്ചിരിക്കുന്ന എന്നെ രക്തേശ്വരി എന്നിരിക്കുന്നതായ നാമത്തിൽ കൊണ്ടാണ് ഒരു കാലത്തെങ്കിൽ. അങ്ങനെ അതുകൊണ്ട് മതി പോരാ എന്നവസ്ഥ കരുതി ധൂമ്രാസുരം ഭജിപ്പാൻ വേണ്ടി ധൂമ്രാഭൂതിയായി, ചണ്ണമണ്ണന്മാരെ ഭജിപ്പാൻ വേണ്ടി ചണ്ഡികയായി, അങ്ങനെ ചണ്ണിയെന്നും ഉണ്ണിയെന്നും ചാമുണ്ണിയെന്നും വരാഹയെന്നും ധൂമ്രയെന്നും ദുർഗയെന്നും വരാഹമൂർത്തിയെന്നും തിരുനാമത്തെ പൊളിപ്പിച്ച ഒരു കാലത്തെ മായ. അന്ന് ഇതുകൊണ്ട് മതി പോരാ എന്ന് കരുതി അന്ന് എൻ്റെ ഭക്തന്മാരെ ഒന്ന് കണ്ടുപോകണം എന്ന് കരുതി അന്ന് ഞാൻ ഭൂലോകത്തിങ്കിൽ കൈയെടുത്ത് പോരുന്നതിനകത്ത് അന്ന് എൻ്റെ അടൂർദേവൻ, മധൂർദേവൻ, കാവലദേവൻ, കണൂർദേവൻ, കുമാലകർ ശാസ്താവ്, കിന്നിമാണി പൂമാണി, നാൻകോടി ദേവന്മാരും 20 ഭൂതങ്ങളെയും വന്നിട്ടതിന് ശേഷം അന്ന് കുമ്പളപ്പള്ളി ചിത്രപ്പെടും ആധാരമായിട്ട് ഗണിപ്രത്യവാനിരിക്കുന്നതായ അമരഭൂമിക്കകത്ത് അന്ന് ഞാൻ നിലനിന്നു. അന്നു അതുകൊണ്ട് മതി പോരാ എന്നവസ്ഥ കരുതി അങ്ങനെ സഞ്ചരിച്ചു പോരുന്ന ദിക്കിനകത്ത് ഉള്ളമ്പെടുത്തരവാധാരമായി നടയ അണ്ണന്മാരെ കാലവേളയെങ്കിൽ എനിക്ക് പട്ടക്കിൻ്റെ പർവ്വതാനഗിരിത്തി ഇരിപ്പാൻ ആസനവും പിടിപ്പാൻ ആയുധവും ഒരു കുടിയിലേക്ക് വണക്കം ചെയ്തു. അന്ന് എന്നെ അഷ്ടകുന്തട്ട് നിലയുറപ്പിച്ചു. അന്ന് ഞാൻ കാലും കഴുകി കരകര നോക്കുമ്പോഴും ചങ്ങാതി 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 ആയിരിക്കട്ടെ, നമ്മൾ തിങ്കൾ ഒരു വെള്ളിപ്പീഠത്തിനുണ്ടായതും ഒരു മുഖത്തിന് പ്രകാരം ഇന്നേ വരുമ്പോഴും 1 കിട്ടിയാലല്ല 2 കിട്ടിയാൽ 1 എന്ന പ്രകാരം പ്രവാധാരമായിട്ട് വരുന്നതായ
പൂവും പുഷ്പാഞ്ജലി ഒക്കതിനാലും അനുഭവിച്ച് വരുന്നതാ ഭക്തും വൃത്തിലൊക്കതിനാലത്തെ തെകലെ നീക്കി കൃത്യമായിരിക്കുന്നതായ ഇന്നേ വരുവോളും നിലനിർത്തിയല്ലോ ചങ്ങാതി 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 ഇപ്പോഴത്തിങ്കൽ എല്ലാം യോഗമായിരിക്കുന്നതായ അഭിമാനങ്ങളായിരിക്കട്ടെ. ആയതുകൊണ്ട് സന്തോഷമായ ഗുണം വരണം ഗുണം വരണം ഗുണം വരണം കൊണ്ടുപിടിച്ചിരിക്കുന്നതായ തറവാട് മന്ത്രവാദി തറവാട് മന്ത്രവാദി തറവാട് മന്ത്രവാദി തറവാട് മന്ത്രവാദി തറവാട് മന്ത്രവാദി ആയിരിക്കട്ടെ. ഇന്നത്തെ സംശയിതമായിട്ട് എൻ്റെ ഉള്ളമ്പാട മന്ത്രശാല ആകാരമായിട്ട് നടേ അണ്ണന്മാരെ കാലത്തിങ്കിൽ അഷ്ടകം തൊട്ട് നിലയുറപ്പിച്ചിരിക്കുന്ന മാതാവ് തന്നെയാണ് അല്ലേ? ഏത് പ്രകാരമാണ് മന്ത്രവാദി എനിക്ക് കരി കൊത്താനില്ല അല്ലേ? നിങ്ങൾ എന്നിരിക്കുന്നതായ മനമൊഴുകി ഒരു കാലത്തെങ്കിൽ പ്രാർത്ഥിച്ച മാതാവിനെ എങ്കിലും കരി കൊത്താത്തതായ മാതാവ് ഇന്നേ വരുവോളും ധന്യമാകുന്നതായ ധന്യമുഹൂർത്തത്തിങ്കൽ അല്ലേ ധന്യമൂർത്തിയായിരിക്കുന്ന ഈ മാതാവിനെ ഒന്ന് കൺകുക്ക് കണ്ടുപോകണം എന്ന് കരുതി അല്ലേ ആത്മം പെടുത്ത് ഭരിച്ചുവല്ലോ. പിന്നെ മന്ത്രവാദി 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 ആയിരിക്കട്ടെ എങ്കിലും അല്ലേ അകത്തോടാധാരമായിട്ട് ഞങ്ങൾ ഇന്നിരിക്കുന്ന ദൈവാധീനത്തിന് വേണ്ടതായ പൂജകർമാദികളൊക്കെയും ഏത് പ്രകാരം ചെയ്തു മന്ത്രവാദി എങ്കിലും എന്റെ നാഗതമ്പില് അത് ഇങ്ങനെ പ്രകാരം ചെയ്തിട്ടില്ലേ എങ്കിലും ഇന്നത്തെ സുഭേദമായിട്ട് പെറ്റമാതാവിനെ കടിച്ചാൽ കൂട്ടിക്കൊണ്ടിരിക്കുന്ന പരാശക്തി ഈ ധന്യമാകുന്ന ധന്യമുഹൂർത്തത്തിൽ ഈ അന്നപൂർണേശ്വരിയായിരിക്കുന്നതായ മാതാവിനെ ഒന്ന് കൺകുട്ട് കണ്ടുപോരുന്നതിനകത്ത് ഏത് ഭാഗ്യമാണ് മന്ത്രവാദി തന്നുപോരുന്നത് സ്വാപര കലി അല്ലേ നാലാമത് യുഗമായിരിക്കുന്ന കലിയുഗത്തിങ്കിൽ ഏത് പ്രകാരമാണ് ദൈവം നാസ്തി ഗുരുമനുഷ്യൻ പ്രദർശകരിങ്കല്ലേ മലയരികനീരി പശുവിനായ അർത്ഥത്തിന് കുറക്കുന്ന രാജാക്കന്മാർ സാഗരം വാടുന്ന സാഗരവാർത്തസ്ഥാനം പന്നകത കണ്ട പാശമെന്നും തുളസിയെല്ലാം പുകയിലയായിരിക്കുന്ന കാലമുഹൂർത്തമാണ് കലിയുഗം അല്ലെ മന്ത്രവാദി എങ്കിലും മന്ത്രവാദി ആയിരിക്കട്ടെ അടുക്കലയ്ക്ക് ദൂരക്കെല്ലാം പ്രവേശനം ഒന്ന് തന്നെയാണ് അല്ലേ സദസ്സിൽ വെച്ചിരിക്കുന്ന നന്ദാർദീപം ഏത് പ്രകാരമാണ് ശോഭിച്ച് പോരുന്നത് അത് പ്രകാരം രചിക്കാൻ തറവാടെന്നിരിക്കുന്ന തറവാട്ടിനകത്ത് അല്ലേ പുത്തരി മറുപുത്തരി എന്നിരിക്കുന്ന അഭിമാനങ്ങളുണ്ട് അല്ലേ ആയതുകൊണ്ട് ഇന്നേ വരുമ്പോഴും ആ മറവേണ്ട തക്കവണ്ണം തന്നെ അല്ലേ നിങ്ങൾ ഇന്നിരിക്കുന്ന കരം കൊണ്ട് ഈ അന്നപൂർണേശ്വരിയായിരിക്കുന്ന മാതാവിന് ഒരു നേരത്തതായ അന്നത്തെ കൊടുത്ത് കുളിപ്പിക്കണമെന്ന് ഭജിച്ചിട്ടുണ്ട് അല്ലേ മന്ത്രവാദി ഇനിയും അപ്രകാരം തന്നെ അല്ലേ ഇവിടെ ഇരുന്ന ദിക്കിനകത്തും ശസ്ത്ര വെച്ച വെള്ളം കാൽക്കിടപാനും മിത്ര വെച്ചവും കുടിപ്പാനും പറക്കുമ്പോൾ പഞ്ചവർണ്ണമായിട്ടും ഇരിക്കുമ്പോൾ ഏകവർണ്ണമായിട്ടും ലക്ഷ്യസ്ഥാനം എത്തുന്നവരക്കും അത് അന്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കളയാണ് അതൊക്കെ വേണം തന്നെ എൻ്റെ മാതാവ് കാത്തിരക്ഷിക്കുമെന്നിരിക്കുന്നൊരു ഭക്തി ഉണ്ടായിരിക്കട്ടെ ഗുണം പറയണം ഗുണം പറയണം ഗുണം പറയണം എങ്ങനെ മന്ത്രവാദി ബ്രഹ്മസഭയെങ്കിൽ തെക്ക് പക്കത്തിനാകാൻ കൈയെടുത്തിട്ടുണ്ടോ അല്ലേ പ്രഭാകന്മാരെ എന്നെ വിളിച്ചു അല്ലേ മന്ത്രവാദി ആയിരിക്കട്ടെ മുതലക്കിന് മുന്തണ്ട് പിടിച്ചു പോരുന്ന കന്നുകളാണ് അല്ലേ എങ്കിലും വാർദ്ധക്യം വന്നു അല്ലേ ബാലകാലം പോയി കുമാരകാലമായി കുമാരകാലം പോയി യൗവനം കഴിഞ്ഞു വാർദ്ധക്യമാണ് അല്ലേ ഊന്നും വെടിയുമ്മലായി അല്ലേ മേലോട്ട് നോക്കുന്ന കാലത്തെങ്കിൽ ആകാശം കീഴ്പോട്ട് നോക്കുന്ന കാലത്തെങ്കിൽ ഭൂമി ഇടവല നോക്കുന്ന കാലവേളയെങ്കിൽ കൈ സഹായങ്ങളില്ല അല്ലേ എൻ്റെ മാതാവ് തന്നെ ഒന്ന് കാത്തിരക്ഷിക്കണമെന്നിരിക്കുന്ന ഭക്തി തന്നെയാണ് അല്ലേ ആയിരിക്കട്ടെ ഇവിടെ ചെല്ലുന്ന ദിക്കിനകത്തും സൂര്യകുല രാജാവായിരിക്കുന്ന ഹരിചന്ദ്രൻ ഏത് പ്രകാരമാണോ ശോഭിച്ചു പോലും അതുപ്രകാരം ശോഭിപ്പാനുള്ള ഭാഗ്യം ഈ മാതാവ് നിങ്ങൾക്കുണ്ടാക്കി തന്നേക്കുമെന്നിരിക്കുന്ന ഭക്തി ആയതുകൊണ്ട് എൻ്റെ ബ്രഹ്മസഭ മന്ത്രവാദിമാർക്കും തന്നെ തുളു 32 മലയാളം 32 ആർശ്ശേരി 24 ഗ്രാമം 14 ഗോത്രത്തിലെ മന്ത്രവാദിമാരോട് തന്നെ വലത്തിട്ട ബ്രഹ്മത്തിനും മുടിക്കിട്ട പുഷ്പത്തിനും ഗായത്രി മൂലമന്ത്രത്തിനും ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം 4 വേദത്തിനകത്തും സാക്ഷിയായിട്ട് ഈ അന്നപൂർണേശ്വരി ജിപ്പാറായിരിക്കട്ടെ ഏവരോട് തന്നെയാണ് ഗുണം പറയണം ഗുണം പറയണം ഗുണം പറയണം മന്ത്രവാദി ഇങ്ങോട്ടൊരു കേട്ടോ എന്നെ വിളിച്ചു പേര് വിളിച്ചില്ല എൻ്റെ മാതാവിൻ്റെ തന്നെയാണ് ഗുണം പറയണം ഗുണം പറയണം ഗുണം പറയണം ഗുണം പറയണം ഗുണം പറയണം ആയതുകൊണ്ട് തറവാട്ട് ഭേദങ്ങളെ ഇരിക്കട്ടെ അന്യഭവനവും ഭേദമായിട്ട് അല്ലേ ജനിച്ചു ഒരു ദേശത്ത് ജനിച്ചു ഒരു ദേശത്ത് പന്തലിച്ചു അല്ലേ എങ്കിലും
എന്റെ ഉള്ളംവീട് മന്ത്രശാല ആധാരമായിട്ട് എന്റെ മന്ത്രവാദി ബന്ധിച്ചിരിക്കുന്നതായ മാംഗല്യ സൂത്രം അല്ലെ ഇന്നേ വരുവാളും അതിന് ഉദ്യംബത്തിലാണ് തക്കവണ്ണം തന്നെ അല്ലെ പരിപാലിക്കാനുള്ള ഭാഗ്യം ശ്രദ്ധിച്ചു പൈതങ്ങളെ ഏത് പ്രകാരമാണ് അകത്തോട് പൈതങ്ങൾ അല്ലെ രാജാവ് പൂജ്യം തന്നെയാണ് അല്ലെ ശോഭിക്കണം ആര് വേണം മന്ത്രി വേണം അല്ലെ അത് പ്രകാരം തറവാടാധാരമായിട്ട് അല്ലെ അടുത്ത ഈ മന്ദിരത്തിന് ചെയ്തു പോരണമെങ്കിൽ ആര് വേണം തറവാട്ട് പൈതങ്ങൾ വേണം അല്ലെ ആയിരിക്കട്ടെ പൈതങ്ങളെ വലിയവരോടും തന്നെയാണ് നിങ്ങളെ പോലത്തെ പെണ്ണുപിള്ള തന്നെയല്ലേ മാതാവ് അല്ലെ എങ്കിലും ആ കിട്ടിയിരിക്കുന്ന മാംഗല്യത്തിനും തൊട്ടിരിക്കുന്ന സിന്ദൂരത്തിനും കൊടുക്കുന്ന തുകലിനും പിടിക്കുന്ന കഞ്ഞിക്കും യുദ്ധം വരുത്തികളാതെ കൊണ്ട് എന്റെ മാതാവ് കാത്തിരിക്കുന്ന വ്യക്തിയുണ്ടായിരിക്കട്ടെ അതുകൊണ്ട് ത്രവാടമന്ത്രവാദി പുസ്തകത്തിലെ ചെയ്തു പോയിരിക്കരുത് ധരിച്ചിരിക്കുന്നത് അവതാരം എടുത്ത് മടക്കം ചെയ്യേണ്ടി പ്രസിക്കും